കുഞ്ഞുസേ മോനെ ഇഷ്ടപ്പെട്ട പരിപ്പ് കറിയും ഉരുളക്കിഴങ്ങ് ഉപ്പേരിയൊക്കെ അമ്മ ആക്കിയിട്ടുണ്ട്. ഫുള്ള് കഴിക്കണേ, ഇന്നലത്തെ പോലെ ബാക്കി വെച്ചിട്ട് വരണ്ട. പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം കുടിച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കണം. ഇന്നലെ ബാഗൊക്കെ നനഞ്ഞിരിക്കുക കേട്ടോ. ഇതെന്താ എല്ലാത്തിനും ആന്ന് മാത്രം പറയുന്നത്? അല്ലെങ്കിൽ നന്നായി സംസാരിക്കല്ലോ. എന്ത് പറ്റി? കുഞ്ഞിന് വയ്യടാ. അമ്മ ഇന്ന് സ്കൂളില് മീറ്റിംഗ് ആണോ? എല്ലാ കുട്ടികളുടെ അച്ഛനും അമ്മയും വരും. പക്ഷെ പപ്പ മാത്രം വരില്ല. അപ്പൊ കുഞ്ഞിക്ക് സങ്കടമാണോ? അമ്മ പറഞ്ഞില്ലേ മുത്തേ, പപ്പ ദൂരെ ജോലി കിട്ടിയിട്ട് പോയിരിക്കാന്ന്. അവിടുന്ന് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അമ്മ എന്തായാലും ടെക്സ്റ്റൈൽസിൽ കുറച്ച് നേരം ലീവ് പറഞ്ഞിട്ട് വരാം കേട്ടോ. മോൻ സങ്കടപ്പെടണ്ട. നോക്ക്, ഇന്നലെ കുഞ്ഞിന്റെ ഫ്രണ്ട്സ് എപ്പോൾ അമ്മയാണ് ആക്കിട്ടെന്ന് പറഞ്ഞു. അച്ഛൻ എവിടെ പറഞ്ഞിട്ടല്ലേ നിനക്ക് കാർ ഇല്ല പറഞ്ഞു. അപ്പം എൻ്റെ കുഞ്ഞസ് എന്താ പറഞ്ഞത് അവൻ്റെ അടുത്ത്? പപ്പന് ബിഗ് ടൊയോട്ടോ കാർ ഉണ്ട്. പപ്പ ദൂരെ സ്ഥലത്ത് പോയിരിക്കണം. അപ്പൊ വരാൻ പറ്റില്ല അല്ലേ അമ്മ? അവരങ്ങനെ ചോദിച്ചാൽ എൻ്റെ കുഞ്ഞിന് വിഷമമുണ്ടോ ഇടാ? ഇല്ല അമ്മ, പപ്പന്റെ കൂടെയല്ലേ കാണാൻ തോന്നുന്നു, പിന്നെ കളിക്കാൻ തോന്നുന്നു. അമ്മ കുഞ്ഞിക്ക് വേണ്ടി മാത്രമല്ലടാ ജീവിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പപ്പ പറയുമ്പോൾ അമ്മയ്ക്ക് എത്ര സങ്കടം ഉണ്ടെന്നറിയോ? സോറി അമ്മ, കുഞ്ഞിക്ക് പപ്പനെ കാണാൻ തോന്നിയിട്ടല്ലേ. പപ്പ എന്താണ് നമ്മളുടെ വിളിക്കാട്ട്? വിളിക്കൂടാ കുഞ്ഞാ, അവിടെ ഓരോ തിരക്കായതുകൊണ്ടല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നിനെ വിളിക്കും കേട്ടോ. മോൻ അതെന്നെ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. സ്കൂളിൽ പോയി പഠിച്ച് മിടുക്കനാവണം. കുഞ്ഞ് ബിഗായിട്ട് കുഞ്ഞ് ജോലിക്കൊക്കെ പോയിട്ട് പഠിച്ചിട്ട് മൈൻഡത്താറ് വാങ്ങിച്ചിട്ട് അതിൻ്റെ മൈൻഡത്താറിൻ്റെ അമ്മൻ്റെയും കൊണ്ടുപോകും. ആണോടാ കൊള്ള കുറുമ്പ. ഇവിടെ തന്നെ നിന്നാലേ പഠിക്കാൻ പറ്റില്ല. വാ, സമയമായി. ബാഗ് എടുത്തോ. അവിടെ എന്താണ് അപ്പൂസേ, സ്കൂളിൽ പോകാൻ നിൽക്കുകയാണോ? ആ അമ്മാവാ, ഇപ്പൊ നടന്നാലേ അവിടെ എത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്കും പോണ്ടേ. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത്? ഇപ്പം സമയം 8:30 മോന് 10 മണിക്കല്ലേ ക്ലാസ്. ഇതിപ്പോൾ 3/4 മണിക്കൂർ അങ്ങോട്ട് നടന്ന് ഇനി ബസ്സിൽ ഇതിൻ്റെ ജോലി സ്ഥലത്തൊക്കെ പോയിട്ട് എത്ര ഇതാണ്. മോളോട് പറഞ്ഞല്ലേ വീട്ടിലൊരു സ്കൂട്ടി ഉണ്ട് വെറുതെ കിടക്കാണെന്ന്. മോക്ക് അത് എടുത്തൂടെ? അമ്മാവാ, എനിക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. അറിയില്ലെങ്കിൽ എന്താ മോളെ, ഒരു സ്കൂട്ടി പഠിക്കുക അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ അടുത്തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടല്ലോ, അവിടെ ചേർന്ന് 10 ക്ലാസ്സിൽ പോകണ്ട, അപ്പോഴേക്കും പഠിക്കും. അല്ല കുട്ടിയെ, ഇത്രയും വലിയ തീരുമാനമൊക്കെ നീ ജീവിതത്തിൽ എടുത്തിരിക്കുന്നു, പിന്നെ ഈ ഒരു ചെറിയൊരു വണ്ടി ഓട്ടിക്കാനാണ് നീ? ആ ഡ്രൈവിംഗ് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ശരിയായി തരാം. എനിക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്. നാളെ തന്നെ അവിടെ പൊയ്ക്കോ. അതല്ല അമ്മാവാ, ടെക്സ്റ്റൈൽസിൽ 10 മണിക്ക് കയറി കഴിഞ്ഞാൽ 6 മണി കഴിയില്ല ഇറങ്ങാൻ. പിന്നെ ഇവിടെ വന്ന് കുഞ്ഞിനെ വിളിച്ച് വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും സമയമാവും. അതിനിടയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് ക്ലാസ്സിനൊക്കെ? പിന്നെ നല്ല ഫീസും ഉണ്ടാകും. എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് തന്നെ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, വാടക ഒരു മാസം 1 ലക്ഷം വെച്ചെത്താ. എന്താ മോളെ അത്? നിന്നോട് എപ്പോഴെങ്കിലും അമ്മ പൈസയ്ക്ക് വെച്ചിട്ടുണ്ടോ? ഒന്നില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരുത്തനെ കെട്ടിട്ടല്ലേ നീ കുഞ്ഞും കൊണ്ട് ഈ പെരുവയിലായത്. അമ്മാവൻ അന്യനായിട്ട് നീ കാണണ്ട കേട്ടോ. അമ്മാവൻ വീട് വെറുതെ തന്നുകൊണ്ട് ആ വാടക പൈസയെങ്കിലും ലാഭം. പക്ഷെ എത്ര കാലം ഞാൻ അങ്ങനെ മുന്നോട്ട് പോകും? എന്തെങ്കിലും ഒരു പൈസ അമ്മാവന് തരണം എന്നുണ്ട്. അതല്ല അമ്മാവ, എന്തായാലും ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാര്യം ഞാൻ നോക്കട്ടെ. നോക്കൊന്നും വേണ്ട, എന്തായാലും പോകണം. ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണ് കൃഷ്ണൻ. അവനോട് ഞാൻ വിളിച്ച് പറയാം. നീ പോയാൽ മാത്രം മതി. ഇപ്പം രാവിലെയോ എനിക്ക് പറ്റുന്ന പോലെ വൈകുന്നേരം എപ്പോഴെങ്കിലും പോ. ഒരു അരമണിക്കൂറിലെ കാര്യമല്ലേ ഉള്ളൂ. രാവിലെ എന്തായാലും പറ്റും തോന്നില്ല അമ്മാവ, ഓരോ തിരക്കുകളായിരിക്കില്ലേ. എന്തായാലും ടെക്സ്റ്റൈൽസ് നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാം. ഇനിയും വൈകിക്കണ്ട, ഇന്ന് വയ്ക്കോ. വേഗം പഠിച്ചെടുക്ക്, എന്നിട്ട് ആ വീട്ടിൽ വന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോയിക്കോ മോള്. ശരി അമ്മാവ. ആ പിന്നെ മോളെ, ഈ തുണിക്കടയിലെ വരുമാനം കൊണ്ടൊക്കെ മതിയാ. ഇപ്പം മാസം 8000 കിട്ടുന്നുള്ളൂ. നീ ഇപ്പം അന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടായതെന്താ. ഇതിപ്പോൾ ഇവനെ ഫീസ് കൊടുക്കേണ്ട ഒരു മാസം. ഇപ്പോൾ ചിലവ് ഓരോ ദിവസം കൂടുമ്പോഴേക്കും കൂടി വരികയല്ലേ. ഒരു കാര്യം ചെയ്യ്, ഒന്നില്ലെങ്കിൽ നല്ല ജോലി നോക്ക്, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ നോക്ക്. അമ്മാവൻ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു തരാം.
അയ്യോ, ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാവണം അമ്മാവ. എന്തായാലും അതൊന്നും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. ഇത്രയും വലിയ തീരുമാനം എടുത്ത് നിനക്ക് ബിസിനസ് ചെയ്യാൻ പേടിയോ? എൻ്റെ കുഞ്ഞെ ഈ പേടിച്ചിരുന്നുണ്ടല്ലോ ജീവിതത്തിൽ ഒന്നും ആകില്ല. നിന്നെയും കുഞ്ഞിനെയും ചതിച്ചിട്ട് ഇതാ കെട്ടിയ അവിടെ അന്തസ്സായിട്ട് കഴിയുന്നുണ്ടല്ലോ. അതിൻ്റെ മുന്നിൽ നീയും കുഞ്ഞും കൂടി കഷ്ടപ്പെടുമ്പോൾ ഈ അമ്മാവിനെ സഹിക്കുന്നില്ല മോളെ. നമ്മുടെ ടൗണിൽ 2-3 ഷോപ്പൊക്കെ ഒഴിഞ്ഞെടുക്കുന്നുണ്ട്. നീ എന്തായാലും തയ്യൽ പഠിച്ചല്ലേ, 2-3 മെഷീൻ മേടിച്ചിട്ട് അല്ലെങ്കിൽ തൽക്കാലം വീട്ടിൽ അടിക്കാൻ തുടങ്ങ്. ഇപ്പം എന്തായാലും കുഞ്ഞിനെ വേറെ വീട്ടിൽ കൊണ്ടാക്കല്ലേ. ഇപ്പം വീട്ടിലിരുന്ന് പണിയെടുക്കുക അതൊന്നും വേണ്ടല്ലോ. എന്താ വേണ്ടിച്ച അമ്മാവൻ ചെയ്തു തരാം. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ അമ്മാവ. എല്ലാത്തിനും അമ്മാവിൻ്റെ പൈസ വാങ്ങിക്കാന്ന് പറയുമ്പോൾ അത്ര ഇതാണെങ്കിൽ മോളുടെ ഈ ബിസിനസ്സൊക്കെ ഒന്ന് ശരിയായിട്ട് അമ്മാവനെ തിരിച്ചു തന്നാൽ പോരെ. അതിൽ ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തുടങ്ങി തന്നെ. എന്തായാലും സമയം കണ്ട മോള് ചെല്ലാൻ നോക്ക്. ഞാനൊന്ന് മില്ല് വരെ പോകാനെന്താ, ഒന്ന് കയറിയിട്ട് പോട്ടെ കൊണ്ട് കയറുതാ. ശരി മോളെ. അപ്പോൾ ശരി ഇട്ടടാ. അമ്മ ഡോറൊക്കെ അടയ്ക്കട്ടെ കേട്ടോ. സമയം വേമ്പ നടന്നോ. എന്നാ ചായ കുടിക്കും. അതെന്താ ശ്രേയ പെട്ടെന്നൊരു ഫ്ലാറ്റ് വാങ്ങിക്കാനുള്ള തീരുമാനമൊക്കെ? അതൊന്നുമില്ലടോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ വീട് ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരില്ല. അപ്പം എങ്ങനെയെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പർ എന്നെ അവിടെ നിന്ന് പുറത്താക്കുന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ നല്ലതല്ലേ? താൻ വിചാരിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പം നിനക്ക് എൻ്റെ കാര്യം അറിയാലോ, പുതിയ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തല്ലേ ഉള്ളൂ. അതിനൊരു ലാഭമൊക്കെ വന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുള്ളൂ. എടോ, അതിനൊക്കെ കുറേ സമയം എടുക്കില്ലേ? ഇതിപ്പം ഒന്നാമത് ടൗണിലാണ്. ആ ഫ്ലാറ്റ് ഞാൻ അത്രയും ആഗ്രഹിച്ചു പോയി. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് അയാൾ കുറച്ച് റേറ്റിന് കമ്മിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ട് വാങ്ങിക്കാൻ പറയുമ്പോഴത്തേക്കും അത് സെയിലാവില്ലടോ. താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് ഇത്ര പൈസ എന്ന് പറയുമ്പോൾ. എടോ, തനിക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ, എല്ലാവരും ബിസിനസ്സുകാരല്ലേ. തൽക്കാലം ഇപ്പോൾ അവൻ്റെ അടുത്ത് കടമായിട്ട് ചോദിച്ചു നോക്ക്. പിന്നെ തനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ പോരെ? അത് ശരി. തനിക്ക് എപ്പോഴാണ് പൈസ വേണ്ടത്? ഇപ്പം ജസ്റ്റ് അഡ്വാൻസ് കൊടുക്കാന്നുള്ളതാണ്. അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഇപ്പം ഒരാഴ്ചൻ്റെ ഉള്ളിൽ ബാക്കി ക്യാഷ് അറേഞ്ച് ചെയ്ത് തന്നാൽ മതി. എന്നാൽ പിന്നെ നമുക്ക് വേഗം തന്നെ രജിസ്റ്റർ ചെയ്യാമല്ലോ. നോക്കട്ടെടാ, ഇത്രയും വലിയ പൈസയല്ലേ, എന്താ ചെയ്യാൻ പറ്റുമോ നോക്കാം. താൻ തന്നെ എൻ്റെ ആവശ്യം മുതൽ സംസാരിക്കണത്. എടോ, ഇത് നമുക്ക് വേണ്ടി തന്നെയല്ലേ. ഒരു കാര്യം ചെയ്യും, തൻ്റെ പേർക്ക് രജിസ്റ്റർ ചെയ്യാം. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. വേണ്ട അതൊന്നും വേണ്ട, ഞാൻ അറേഞ്ച് ചെയ്യാം. നീ ടെൻഷൻ അടിക്കണ്ട. പിന്നെ രോഹിത്തെ, എനിക്ക് ചെറിയൊരു സഹായം കൂടി ചെയ്യണം. എൻ്റെ ഹസ്ബൻഡിൻ്റെയും ജോയിൻ്റ് അക്കൗണ്ടാണേ. അപ്പോൾ എനിക്കതൊന്ന് വലിയ എമൗണ്ട് ഒന്നും വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 50K താനൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് തരുമോ? ഞാൻ 2 ദിവസങ്ങളിൽ തിരിച്ചു തരാം. എൻ്റെ മോളെ, ഞാനാകെ പാപ്പരായി കിടക്കാം. 50K ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ ഒരു 20K അറേഞ്ച് ചെയ്ത് തരാം. എന്നാൽ ശരിയടോ, ഞാൻ ഇറങ്ങട്ടെ, സമയമായി. എന്തിനാ ഇപ്പം തന്നെ പോകുന്നത്? വന്നിട്ട് കുറച്ച് നേരമല്ലേ, കുറച്ച് നേരം കൂടി ഇരിക്കും. അതല്ല രോഹിത്തെ, എൻ്റെ കസിൻ ടൗണിൽ വരാമെന്ന് പറഞ്ഞിട്ടേ. അപ്പം അവൻ വഴിയാണ് ഈ ഫ്ലാറ്റ് എനിക്ക് അറേഞ്ച് ആയത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ്. എന്നാ പിന്നെ താൻ വിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ട്രിപ്പിൻ്റെ കാര്യം എന്തായി? താൻ എപ്പോഴാണ് ഫ്രീ ആവുക? എന്തായാലും തിരക്കൊന്ന് കഴിയട്ടെ. ഫ്രീ ആയിട്ട് പോയാൽ കുറച്ച് ദിവസം നിന്നിട്ട് വരാമല്ലോ. ശരി, ഓക്കെ. രോഹിത്തെ, ഞാൻ ഇവിടെ എത്തിയടോ. കസിൻ വരുന്നുണ്ട്. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഈ ഒരു ഗതിയില്ലാത്തവൻ്റെ കൂടെ നടന്നാ എൻ്റെ ചെയ്ത് ഇല്ലാണ്ടാവുള്ളൂ. 50,000 ചോദിച്ചപ്പോൾ 20,000 തരാന്ന്. ഇത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. വിനോദ്, അല്ല ശ്രേയ, ഇതെന്താ ഈ വയലിലേക്ക് വരാൻ പറഞ്ഞത്? ഒന്നുമില്ല, കുറച്ച് റഷ് മാറി സമാധാനമായിട്ട് സംസാരിക്കല്ലെന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. അല്ല, കാർ എവിടെ വെച്ചു? കാറോടെ പാലത്തിനടുത്ത് വെച്ചാ? അല്ല, എന്താ കാര്യം പറ. വിനോദേ, സോറി ഇടോ. അന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയ എന്നോട് ക്ഷമിക്ക്.
എൻ്റെ ശ്രേയ, നീ അന്ന് എന്തൊക്കെയാ പറഞ്ഞെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? വിനോദേ, ഇതൊക്കെ ഫോണിലൂടെ സംസാരിച്ചാൽ ശരിയാവില്ല. അതപ്പോൾ തന്നെ നേരിട്ട് വിളിച്ചത്. അന്നത്തെ ആ സിറ്റുവേഷന് ശേഷമേ ഞാൻ മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല, അറിയോ? ശ്രേയ, നീ ഭർത്താവുമായിട്ട് നല്ല ബന്ധത്തിലല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാം. പെട്ടെന്ന് അയാളായിട്ട് കൊഞ്ചു സംസാരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ആ സ്റ്റക്കായി പോയി. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചത്. എടോ, തനിക്ക് വേണ്ടി എല്ലാം, എൻ്റെ ഭാര്യേൻ്റെ കാര്യം വിട്, എൻ്റെ കുഞ്ഞിനിടക്ക് ഉപേക്ഷിച്ചിട്ടില്ലേ ഞാൻ നിൻ്റെ ബാക്കിൽ വന്നത്? എന്നിട്ട് നീയൊക്കെ എന്നോട് ഇങ്ങനെ പെരുമാറുന്ന പറഞ്ഞപ്പോഴേ അതെനിക്ക് താങ്ങാൻ പറ്റിയില്ല. അത് വിനോദേ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ജോയിൻ്റ് അക്കൗണ്ടാണെന്നുള്ളത്. ഞാൻ ആ ഒരു പൈസ കണ്ടിട്ടാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചതേ. അപ്പം ബാക്കി പൈസയൊക്കെ താനല്ലേ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പം നമ്മുടെ ഒരു കാര്യത്തിന് ഞാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? ആ കൂടി എങ്ങനെയാണെന്നും ഹസ്ബൻഡിൽ നിന്ന് നേക്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം നിന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് വേണ്ടിയല്ലോടോ. എന്നാലും ശ്രേയ, നീ അന്ന് അവിടെ വെച്ച് പറഞ്ഞ വാക്കുകളൊന്നേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഇന്നിപ്പോൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകാൻ പറഞ്ഞപ്പോഴാണ് കുറച്ചെങ്കിലും ഓക്കെ ആയത്. സോറി വിനു, ഇനി അതെന്നെ പറയല്ലേടോ. എനിക്കെങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്ന് അറിയുന്നില്ല. സോറി ശ്രേയ. ആ സാറില്ല, അത് വീട് ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പിന്നെ ഹസ്ബൻഡ് എന്താ പറഞ്ഞത്? 2 ദിവസത്തിനുള്ളിൽ ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയതും ഞാൻ തനിക്ക് അയച്ചു തരാം കേട്ടോ. എനിക്ക് തരുമൊന്നും വേണ്ട, അത് എൻ്റെ ബാങ്കിൽ തന്നെ ഇരുന്നോട്ടെ. പിന്നെ എന്ത്, താൻ ഓക്കെ അല്ലാന്ന് സംസാരിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട്. ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി നമുക്ക് എവിടെയെങ്കിലും പോയാലോ? എവിടെ പോകാനോടോ? തൻ്റെ കൂടെ ഒന്ന് സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വയനാട് റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത്. എന്നാൽ അതെ, ആ കുളമായില്ലേ. ഇനിയിപ്പോൾ എവിടെയും പോകണമെന്നൊന്നുമില്ല. എന്നാൽ പുറത്ത് എവിടെയും പോകണ്ട, നമുക്ക് എൻ്റെ വീട്ടിൽ പോയാലോ? വേണ്ടോ, ഞാനില്ല. വാടോ, ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കണ്ട, താൻ പോയി കാറെടുക്ക്. നീ കാർ തിരിക്കട്ടെ. താൻ പതുക്കെ വന്നായി, നിൻ്റെ കോളനിയിൽ പോലെയല്ല, ഇവിടെ ആരെങ്കിലും കണ്ട അത് മതി. നടന്നോ, ഞാൻ വരാം. ശരി. ഇവനെ പെട്ടെന്നൊന്നും ഒഴിവാക്കണ ബുദ്ധിയല്ലെന്നാണ് തോന്നുന്നത്. പൂത്ത പൈസേൻ്റെ ചെക്കൻ്റെ അതൊക്കെ മാക്സിമം ഊറ്റണം. അത് പപ്പയൊന്നുമല്ല കുഞ്ഞിനെ തോന്നിയതാ. വാ.